ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നവംബർ മാസത്തിൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ശിക്ഷ എന്താണ്, അവർ എത്ര കാലം കിടക്കേണ്ടി വരും, എന്തൊക്കെ ചെയ്താൽ അവർക്ക് സഹായമാകും എന്നൊക്കെ പല വഴിക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ശിക്ഷ എപ്രകാരമാണെന്ന് യാതൊരുത്തനും പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാവില്ല. എല്ലാവർക്കും കിട്ടുന്നത് ദർശനം മാത്രമാണ്. ആത്മാവിലൊരു ദർശനം കൊടുക്കുന്നു. അതിൻ്റെ യഥാർത്ഥ അവസ്ഥ അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ. അത്ര വലിയ വേദനയാണ് അവിടെ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശുദ്ധീകരാത്മാക്കളെ രക്ഷപ്പെടുത്തുന്നത് പരിശുദ്ധ അമ്മയ്ക്കും മോക്ഷവാസികൾക്കുമൊക്കെ പ്രിയമുള്ളൊരു പുണ്യമാണ്. കാരണം കഷ്ടപ്പാടിൽ കിടന്ന് ദഹിക്കുന്നവരെ നമ്മളൊരു പ്രവൃത്തി മൂലം ഒരു ശാന്തത കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വലിയ ആശ്വാസമാണല്ലോ. ഈശോ ഇഷ്ടപ്പെടുന്ന ഈ ആത്മാക്കളെ പരിശുദ്ധ അമ്മയും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ ആത്മാക്കളെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ശുദ്ധീകരാത്മാക്കൾ നമ്മളുടെ സ്വന്തം ആളുകളാണ്. സ്വന്തം ആളുകളെ മറന്ന് അവരുടെ കാര്യം വിചാരിക്കാതിരുന്നാൽ അവർ അവിശ്വാസികളേക്കാൾ ഹീനനാണ് എന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ശുദ്ധീകരാത്മാക്കളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നോ, ഭൂമിയിലാണെങ്കിൽ നമുക്ക് എത്ര സഹനങ്ങളും വേദനകളും വന്നാലും ആരെങ്കിലുമൊക്കെ ആശ്വസിപ്പിക്കാനുണ്ടാകും. ആരുമില്ലാത്തവർക്ക് വല്ല അഭയകേന്ദ്രങ്ങളെങ്കിലും ഉണ്ടാകും ഒരാശ്വാസത്തിന്. പിന്നെ വേദനയ്ക്ക് പെയിൻ കില്ലറൊക്കെ കഴിക്കാം. കൂട്ടുകാർ, ഈ ശുദ്ധീകരണ സ്ഥലത്ത് ചെന്ന് ഉണ്ടല്ലോ, അവിടെ പിന്നെ ഒരു സഹായവും നമുക്കില്ല. ഒരു സഹായവുമില്ല. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സ്നേഹം കൊണ്ടോ ഒരു ആശ്വാസവും അവർക്കില്ല. അവിടെയുള്ളവർക്ക് ആശ്വാസം കിട്ടുന്ന ഏക മാർഗം നമ്മളിവിടെ നിന്നും കൊടുക്കുന്ന സഹനങ്ങളും പരിത്യാഗങ്ങളും ആശയടക്കങ്ങളും ദാനധർമ്മങ്ങളും എല്ലാത്തിനും ഉപരിയായി പരിശുദ്ധ കുർബാനയുമാണ്. അതുകൊണ്ടാണ് ഈ ശുദ്ധീകരാത്മാക്കൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അവർക്ക് വേറെ ഒരു ഗതിയുമില്ല. അവിടെ നമ്മളിൽ നിന്നുള്ള ഈ സഹായം മാത്രമേ അവർക്ക് ആശ്വാസം കൊടുക്കുള്ളൂ. കാരണം ജീവിക്കുന്ന കാലത്ത് ചിലപ്പോൾ പരിശുദ്ധ കുർബാനയ്ക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ മരിച്ചവരായിരിക്കാം. അവരവിടെ അനുഭവിക്കുന്ന വേദന എത്രമാത്രമായിരിക്കും. അവിടെ നിന്ന് ദാഹിച്ച് നോക്കുകയാണ്, ആരെങ്കിലും എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നുണ്ടോ എന്ന്. എന്തുകൊണ്ടാണെന്നോ, അവിടുത്തെ വേദനയുടെ മണിക്കൂറുകൾ വർഷങ്ങൾ എത്രയാണെന്ന് നമുക്കറിയില്ല. വിശുദ്ധ ചാവറ പിതാവ് മരിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് പോയ ഒരു മനുഷ്യൻ്റെ കാര്യം പറയുന്നുണ്ട്. ആത്മാനുതാപം എന്ന പുസ്തകത്തിൽ നമുക്കിത് വായിക്കാൻ പറ്റും. അതായത് ഇങ്ങനെയാണ് പിതാവ് കണ്ട ദർശനം. ഒരു മനുഷ്യൻ രോഗിയായിരുന്നു, ശാന്തനായിരുന്നു, താപസനുമായിരുന്നു. അങ്ങനെ ഒരു ക്രൈസ്തവൻ അപ്പോൾ ശാന്തനായിരുന്നു, താപസനുമായിരുന്നു. അയാൾ ഒരു രോഗം വന്ന് കുറേ കാലം സ്വന്തം കിടക്കയിൽ കിടക്കേണ്ട വന്നു. ഉറക്കമില്ലാതെയും വ്രണങ്ങളാലും ഒക്കെ വേദനിച്ചിട്ട്. അങ്ങനെ വേദന കൂടി വന്നപ്പോൾ അയാൾ മനം നൊന്ത് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഒരു രാത്രി എന്നത് എനിക്കൊരു വർഷം പോലെയാണ്. അതുകൊണ്ട് എൻ്റെ നാഥ, എന്നെ നീ ദയോടെ കടാക്ഷിക്കണമേ. എൻ്റെ ശരീരം നേരെ വെട്ടി നുറുക്കി നിൻ്റെ സന്നിധിയിലേക്ക് ആക്കണമേ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇയാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ലവനായ ദൈവത്തിൻ്റെ ദൂതനായ ഒരു മാലാഖ മുമ്പിൽ പ്രത്യക്ഷനായി. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, നീ കേൾക്കുക, ഇതാണ് ദൈവത്തിന് മനസ്സ്. ഇനി ഒന്നുകിൽ ഈ ശരീരത്തോടു കൂടി ദീർഘകാലം ഈ ഭൂമിയിൽ നീ ജീവിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നിൻ്റെ ഇഷ്ടപ്രകാരം നിന്നെ കൊണ്ടുപോകാം. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്ത് നീ 3 ദിവസം ശുദ്ധീകരണ സ്ഥലത്തെ തീയിൽ കിടക്കണം.
നിൻ്റെ ഇഷ്ടം പോലെ ഏതാണ് വേണ്ടതെങ്കിൽ സെലക്ട് ചെയ്തോ. അപ്പോൾ മാലാഖയോട് അയാൾ പറഞ്ഞു, 3 ദിവസത്തേക്കല്ലേ ഉള്ളൂ, എന്ത് ശിക്ഷയായാലും ഞാൻ സഹിച്ചോളാം. ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖം ഒരു വർഷത്തേക്ക് അനുഭവിക്കുന്നതിനേക്കാൾ എത്രയും നല്ലത് 3 ദിവസം കൊണ്ട് അവസാനിക്കുന്ന ആ ഒരു ക്ലേശം സഹിക്കുന്നതാണ് എന്ന്. പിന്നെ 3 ദിവസം കഴിഞ്ഞാൽ ഉടനെ സ്വർഗത്തിലേക്ക് എത്താമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് ശുദ്ധീകരണ സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ മാലാഖ പറഞ്ഞു, എന്നാൽ മരണത്തിനൊരുങ്ങിക്കൊള്ളുക. അങ്ങനെ അയാൾ മരണത്തിനൊരുങ്ങി. അന്ത്യശ്വാസം വലിച്ചതോടെ അയാളുടെ ആത്മാവിനെ മാലാഖ അഗ്നി കൊണ്ടുള്ള കാരാഗൃഹത്തിലേക്ക് നയിച്ചു. ഒരു ദിവസം സൂര്യൻ അസ്തമിച്ചപ്പോൾ അയാളെ കാണാൻ മാലാഖ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ചെന്നു. എന്നിട്ട് മാലാഖ പറഞ്ഞു, അല്ലയോ സുഹൃത്തെ, ലോകത്തിൽ വെച്ച് നീ അനുഭവിച്ച ദുഃഖമാണോ അതോ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖമാണോ വലുത് എന്ന് പറയുക എന്ന്. ഈ മാലാഖയുടെ വാക്ക് കേട്ടപ്പോൾ അയാൾക്ക് ദുഃഖവും ദേഷ്യവും ഒക്കെ ഉണ്ടായി. വിങ്ങിപ്പൊട്ടിയിട്ട് അയാൾ മാലാഖയോട് പറഞ്ഞു, താങ്കൾ എന്നെ പറ്റിച്ചു, വഞ്ചിച്ചു. 3 ദിവസത്തെ ഈ ചൂട് സഹിച്ച ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് എൻ്റെ ആത്മാവിനെ ഈ അഗ്നിയിൽ മുക്കി നിർത്തിയിട്ട് നീയൊരു പോക്ക് പോയില്ലേ? എത്ര വർഷങ്ങൾ കടന്നുപോയി. ഞാൻ എന്നും നിന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്നാണ് നീ വന്നത്. നീ എന്നെ കൊണ്ട് നിർത്തിയിട്ട് 3 ദിവസം കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ കടന്നു പോയപ്പോഴാണ് നീ വരുന്നത്. നീ ശരിക്കും ദൈവത്തിൻ്റെ മാലാഖയാണോ? നീ ചതിയനല്ലേ? നീ വഞ്ചകനല്ലേ? എനിക്കൊരു സംശയമുണ്ട്, നീ ദൈവത്തിൻ്റെ മാലാഖയാണോ എന്ന്. ഇത് കേട്ടപ്പോൾ മാലാഖ പറഞ്ഞു, ഹോ എൻ്റെ സ്നേഹിത, നിൻ്റെ സൽബുദ്ധി ഈ ദുഃഖം കൊണ്ട് ഇരുണ്ടുപോയി. ഞാനൊരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ഞാൻ വാനവദൂതൻ തന്നെയാണ്. നീ മരണമടഞ്ഞിട്ട് എത്ര നാളായെന്നാണ് നിൻ്റെ വിചാരം? അപ്പോൾ ആത്മാവ് പറയുന്നത് വർഷങ്ങളായി എന്നാണ്. അപ്പോൾ മാലാഖ പറഞ്ഞു, നീ ഭൂമിയിലേക്കൊന്ന് നോക്കിക്കേ, നിൻ്റെ വീട്ടിലേക്കൊന്ന് നോക്കിക്കേ, നീ എന്താ കാണുന്നേ? അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി മഞ്ചിയിൽ വെച്ചിരിക്കുക. മരിച്ചു കിടന്ന കട്ടിലിൽ അതേപോലെ തന്നെ കിടക്കുകയാണ്. കാരണം സമയമായിട്ടില്ല. മാലാഖ പറഞ്ഞു, കണ്ടോ, നിൻ്റെ ബോഡി നിൻ്റെ വീട്ടിൽ കിടക്കുകയാണ് ഇപ്പോഴും. ശവസംസ്കാരം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് അയാൾക്ക് കാര്യം മനസ്സിലായത്. 10:15 11 മരിച്ച ആ ആത്മാവ് 11:15 ആയിട്ടുള്ളൂ. അതായത് 1 മണിക്കൂറേ മരിച്ചിട്ട് ആയിട്ടുള്ളൂ. ആത്മാവ് പോയി ശുദ്ധീകരണ സ്ഥലത്ത് കിടന്നിട്ട് മാലാഖയോട് പറയുന്നത്, നീ വർഷങ്ങൾ കടന്നുപോയി എന്ന്. എന്നിട്ട് എന്തേ നീ വരാഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ ഇവിടെ മരിച്ചിട്ടായിട്ടുള്ളൂ. ശുദ്ധീകരണ സ്ഥലത്ത് വർഷങ്ങളായി എന്നാണ് തോന്നുന്നത്. അത്രമാത്രം കഠിനമായ അഗ്നിയുടെ വേദനയാണ് എന്നാണ് പിതാവ് പറഞ്ഞു വയ്ക്കുന്നത്. എന്നിട്ട് മാലാഖ പറഞ്ഞു, ഈ ശുദ്ധീകരണ സ്ഥലത്തിലെ വേദന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ആ വേദനയുടെ ഈണം മൂലം നിനക്ക് വർഷങ്ങൾ പോയി എന്ന് തോന്നുകയാണ്. എന്നിട്ട് മാലാഖ പറഞ്ഞു, ഈ ഭൂമിയിൽ സർവേശ്വരൻ തരുന്ന ഏത് ദുഃഖവും സന്തോഷത്തോടെ സഹിച്ചോ, അതാ നല്ലത്. മനസ്സിലായോ? ഈ ഭൂമിയിൽ ദൈവം തരുന്ന രോഗപീഠകളെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിൽ നിൻ്റെ സമയം കുറച്ച് തരും. അതുകൊണ്ട് ഭൂമിയിൽ തന്നെ ശുദ്ധീകരണം കഴിയാണ് നല്ലത്. അത് കേട്ടപ്പോൾ ഈ ആത്മാവ് പറഞ്ഞു, ഞാൻ സർവേശ്വരൻ ഭൂമിയിൽ എനിക്ക് തരുന്ന എന്തും സഹിക്കാം. ഇനി 1 വർഷമല്ല, എത്ര വർഷം വേണമെങ്കിൽ ഞാൻ രോഗിയായിട്ട് കിടക്കാം. എൻ്റെ പൊന്നു മാലാഖേ, എന്നെ വേഗം ലോകത്തിലേക്ക് അയക്കണമേ എന്ന്. ആ സ്വരം അപേക്ഷ കേട്ടപ്പോൾ മാലാഖ ദൈവത്തിനോട് പറഞ്ഞു, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ഇദ്ദേഹത്തിനെ ശരീരത്തിലേക്ക് അയക്കുകയാണ് ഈ ആത്മാവിനെ.
അപ്പോൾ സഹോദരന്മാരെല്ലാം ശവടപ്പിൻ്റെ സമയമായപ്പോഴാണ് ഈ അനക്കം വരുന്നത്. അവരെല്ലാവരും ഓടി പേടിച്ചിട്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞ്, പേടിക്കല്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എന്നെ മരിച്ച ഒരു മാലാഖ ഇങ്ങനെ അഗ്നിയുടെ തടാകത്തിലേക്ക് കൊണ്ടുപോയി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ മാലാഖ കാണിച്ചു തന്നതാണ് എൻ്റെ ശവശരീരം ആ സ്ഥലത്ത് തന്നെ കിടക്കുകയാണെന്ന്. എന്നിട്ട് പറഞ്ഞു, കരുണാമയനായ കർത്താവ് എനിക്ക് വിധി മാറ്റിത്തന്നു, ഒരിക്കൽ കൂടെ നിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടുത്തെ 1 മണിക്കൂർ അവിടെ അനേക വർഷങ്ങൾക്ക് തുല്യമാണ് കേട്ടോ എന്ന്. എന്നിട്ട് പറഞ്ഞ്, ഏത് രോഗം വന്നാലും എന്ത് സഹനം വന്നാലും ഞാനതൊക്കെ ഇവിടെ സഹിച്ചോളാം എന്ന് പറഞ്ഞ് ഭൂമിയിലെ ശരീരത്തിൽ അയാളുടെ ആത്മാവ് പ്രവേശിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അത്രയ്ക്കും ഭയങ്കരമായ വേദനയാണ് അവിടെ. ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. ശരിയായ മാനസാന്തരത്തിലേക്ക് വരാൻ വേണ്ടി, പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയിലേക്ക് നടക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ലോകത്തെ അറിയിക്കുന്നത്. ഇത് ഒരു മഹാവിശുദ്ധനായ ചാവറ പിതാവിൻ്റെ ദർശനത്തിൽ കിട്ടിയ ഒരു വെളിപാടാണിത്. ഇത് ചാവറ പിതാവിൻ്റെ എല്ലാ ലിഖിതങ്ങളും കാര്യങ്ങളും എഴുതി സൂക്ഷിച്ചിട്ടുള്ളതാണ് ആത്മാനുതാപം. അതിൽ നിന്നാണ് നമുക്ക് ഈ അറിവുകളൊക്കെ ലഭിക്കുക. അതുകൊണ്ട് ചാവറ പിതാവ് പറയും, സുഹൃത്തുക്കളെ, ഈ ലോകത്ത് നിങ്ങൾക്ക് എന്ത് സഹനം വന്നാലും സഹിച്ചോ. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവസ്ഥ വളരെ വ്യത്യാസമാണ് എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ പാവപ്പെട്ട ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ശക്തമായി പ്രാർത്ഥിക്കാം. നമുക്കും ഓർക്കാം, ഇവിടുത്തെ 1 മണിക്കൂർ ചിലപ്പോൾ അവിടുത്തെ വർഷങ്ങളായിരിക്കാം. അതിനാൽ തന്നെ ധാരാളം പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. ആത്മാക്കളെ നേടിയെടുക്കുന്നത് മാതാവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എൻ്റെ പുത്രൻ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കും. പ്രിയ കൂട്ടുകാരെ, നമുക്കിത് ഓർക്കാം. പരലോകത്തിലെ 1 വർഷമെന്ന് പറഞ്ഞാൽ ഭൂലോകത്തിലെ എത്രയോ വർഷങ്ങളായിരിക്കും. നമുക്ക് ആ അഗ്നിയിൽ കിടക്കാതിരിക്കാൻ ഇപ്പോൾ തന്നെ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റാം. അത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വീകരിക്കും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.